സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഈ ചണ്ടിയായ എനിക്ക് വേണ്ടി ഒന്നിനും കൊള്ളരുതാത്ത എനിക്ക് വേണ്ടി ഇവിടെ നടന്നു വന്ന് സംസാരിക്കുകയാണ്. വീണ്ടും തർക്കിച്ച് അയാൾ പറ്റൂല എന്ന് പറഞ്ഞ് ആട്ടി വിടുമ്പോ വീണ്ടും എന്റെ ഖൽബായ എന്റെ മുഹിബ്ബിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ഇത് തന്നെയാണ് പരലോകത്ത്. ഇതേ സ്നേഹമാണ് പരലോകത്ത്. നമുക്ക് വേണ്ടി വേറെ ആര് വരും? നമുക്ക് വേണ്ടി നിങ്ങൾ ഈ സ്നേഹം പകുത്തു കൊടുത്തവരൊക്കെ എവിടെ പോകും? നിങ്ങൾ ആർക്കൊക്കെയാ സ്നേഹം? ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനത്തെ ഫ്രണ്ട്, ഇങ്ങനത്തെ ഫ്രണ്ട്. മൊബൈൽ എടുത്താൽ അതിൽ മുഴുവനും നിങ്ങളുടെ ദുനിയാവ് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന മുഴുവൻ സുഹൃത്തുക്കൾ. ആരുണ്ട് ആഖിറത്തിന് വേണ്ടി സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഒരാൾ? എത്രയുണ്ട് നിങ്ങളുടെ മൊബൈൽ? നിങ്ങൾ നോക്ക്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളായി നിൽക്കുന്ന ചെറുപ്പക്കാരോടാണ് പറയുന്നത്. എത്ര പേരുണ്ട് മക്കളെ നമുക്ക് സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ, നിന്റെ ഉമ്മാക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ, നീ ജുമയ്ക്ക് ഏത് പള്ളിയിലാ പോകുന്നത് ചോദിക്കാൻ, നീ ഉംറയ്ക്ക് പോകുന്നില്ല എന്ന് ചോദിക്കാൻ, റമളാൻ വരികയല്ലേ എന്ന് ഓർമ്മപ്പെടുത്താൻ എത്ര പേരുണ്ട് നമുക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊണ്ടതുപോലെ അത് ഒരു സൽമാനല്ല, ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങനെ നിലകൊള്ളും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങനെ തന്നെ നിലകൊള്ളും. അത് വഫാത്തിന്റെ നേരത്ത് നമ്മൾ കണ്ടതാണല്ലോ. ഈ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഈന്തമരത്തിന്റെ തൈകൾ കൊണ്ടുവന്ന് ആ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചു. 7 വർഷം കായ്ക്കേണ്ടത് 7 ദിവസം പോലും എടുപ്പില്ല പ്രിയപ്പെട്ടവരെ. വളർന്നു വലുതായി പന്തലിച്ച് കായ്ച്ചു പൂത്തു വന്നപ്പോ ദൂതനായ മനുഷ്യനാണ് ഓടി വന്നത്. ഓടി വന്നിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. എനിക്ക് തരുവോ ആ സ്നേഹം? എനിക്ക് തരുവോ ആ ഖൽബിളക്കി കൊടുക്കുന്ന പ്രണയം? എനിക്കൊന്ന് പകർന്നു തരുവോ? ഞാനും വരാം കൂടെ, നിഴലുപോലെ ഞാനും ഖാദിമാകാം. ആ തോട്ടമാണ് മസ്റഅത്തു സൽമാൻ. മദീനത്ത് പോയാൽ, ഞാൻ നിങ്ങളോട് ഹക്ക് പറയാണ്, മദീനത്ത് പോയാൽ ഏറ്റവും അധികം കരയുന്ന 2 സ്ഥലങ്ങളിൽ ഒന്ന് ഉഹദാണ്, 2 സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടമാണ്. 2 സ്ഥലം ആശിഖീങ്ങൾക്കുള്ള സ്ഥലമാണ്. ഒരു മൈക്ക് ഒന്ന് ഓണായി കൊടുക്കട്ടെ. ഞാൻ എഴുതിയ മധുവൊക്കെ പാടിയ പിന്നെ പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കയറി വരണം. സദസ്സ് ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുനീർ അൻവരി, സുഹൈൽ ഫൈസി ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ റാഹത്തായിരിക്കും. കാരണം ബുർദയും ബൈത്തൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് വലിയ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. എല്ലാവരും ചൊല്ലിക്കുക ശാന്തമായിട്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. കാലങ്ങൾ ഏറെ കഴിഞ്ഞു, കാത്തിദാ പ്രായം കൊഴിഞ്ഞു, കോലം ഞാൻ ആകെ തളർന്നു, കാണുവാൻ കഴിയോ റസൂലേ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലുമ്പോൾ ഇത് വെറും ഒരു
പ്രകടനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് ഉള്ളുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണം. കാരണം ഈ സമ്മേളനത്തിന് നമ്മൾ അങ്ങോട്ട് ഈ വെയിലൊക്കെ കൊണ്ട് ചൂട് കൊണ്ട് നടന്ന് വിയർത്ത് കുളിച്ച് ഇങ്ങനെ ഒരു ത്യാഗത്തോടു കൂടി ഇവിടെ വന്ന് നിൽക്കുന്നതും ഈ ഇരിക്കുന്നതും വെറും ഒരു അഭിനയമല്ല എന്ന് ഉള്ളിൽ നമ്മൾ ഉറപ്പിക്കണം. മദ്ഹ് അഭിനയമാണെങ്കിലും കൂലി കിട്ടും, അത് വേറെ കാര്യമാണ്. അങ്ങനെ അഭിനയിച്ച് കൂലി കിട്ടുന്ന ഒരേ ഒരു അമലേ ലോകത്തുള്ളൂ, അത് മദ്ഹാണ്. പക്ഷേ അത് നമുക്ക് മാറ്റാം. പക്ഷെ നമ്മളങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉള്ളുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്ന് നേരെ മദീനയിലേക്ക് നമ്മുടെ കൽബിനെ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് മദ്ഹ്, കുറച്ച് സ്നേഹത്തിൻ്റെ വായ്പകൾ പറഞ്ഞും പാടിയും ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം നിർത്താം. പക്ഷെ ഉള്ള സമയം നിങ്ങൾ സലാത്താണെങ്കിലും ബൈത്താണെങ്കിലും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഉള്ളിൽ ചേർത്ത് വെച്ചു ചൊല്ലണം. അല്ലാഹു തആല അങ്ങനെ ചൊല്ലുന്നവർക്ക് മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൽബിൻ്റെ അറഞ്ഞാൻ തുറന്നു കറയെല്ലാം മാറ്റിയിട്ടിരുന്നു കനവെല്ലാം ഒന്നായി തീരുന്നു കനിയാനായി നബിയേ വരില്ലേ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. അർഹിക്കാൻ ഞാനാരുമല്ല, മോഹിക്കാൻ ഒരു യോഗ്യനല്ല, ചോദിക്കാം എന്നാലും ജല്ല തരുകില്ലേ സ്നേഹിക്കാൻ മുല്ല. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. സമസ്തതൻ സ്വർഗീയ വേദി സമനീല തെറ്റുന്ന രീതി ശറഫോരെ ഓർത്തിന്ന് തേങ്ങി ചിറകറ്റി മണ്ണിൽ കിടുങ്ങി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലീം. ഉന്നാരപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 100% ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും എന്ന ഉറപ്പാണ്. വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. സ്നേഹസാഗരം എന്ന മഹത്തായ സംവിധാനം നടത്തുന്ന ഈ വിനീതനറിയാം, മക്കളുടെ സ്നേഹം മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടുമെന്നത് ഒരു ചെറിയ പ്രതീക്ഷ മാത്രമാണ്, ഉറപ്പില്ല. ഉമ്മാന്റെ സ്നേഹം മക്കൾക്ക് തിരിച്ചു കിട്ടുമെന്നത് ഈ കാലികമായ കലുഷിത അന്തരീക്ഷത്തിലെ ഇരുട്ട് നിറഞ്ഞ വാർത്തകൾക്ക് നടുവിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കൂടപ്പുറപ്പുകളുടെ സ്നേഹം, കൂട്ടുകാരുടെ സ്നേഹം, നോട്ടുകെട്ടുകൾക്കു വേണ്ടി വയനാട് ചുരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് സ്വന്തം കൂടപ്പുറപ്പായി സേവനം ചെയ്ത കൂട്ടുകാരനെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട കറുത്ത കാലത്ത് നമുക്ക് എവിടെ നിന്നാണ് സ്നേഹം തിരിച്ചു കിട്ടുക? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്,
അവിടുത്തെ സ്നേഹം തീർച്ചയായിട്ടും തിരിച്ചു കിട്ടുന്നതാണ്. നിങ്ങൾ ഏത് തരത്തിൽ അങ്ങോട്ട് സ്നേഹിച്ചാലും, ആത്മാർത്ഥമായി സ്നേഹിച്ചാലും, ആത്മാർത്ഥത ഇല്ലാതെ സ്നേഹിച്ചാലും, അഭിനയിച്ചാലും, ആരെങ്കിലും കാണിക്കാൻ വേണ്ടി വെറുതെ കാട്ടിക്കൂട്ടിയാലും അതിനൊക്കെ ഉള്ള സമ്മാനം തിരിച്ചു കിട്ടിയിട്ടേ നിങ്ങൾ ഈ ലോകത്തുനിന്ന് മരിക്കുള്ളൂ. അങ്ങനെ ഒരു വലിയ ക്വാളിറ്റി ഉള്ള ഒരു അമൽ ഈ ലോകത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു ഇറക്കി തന്നിട്ട് നമ്മൾ അതിനോട് കാണിക്കുന്ന നമ്മുടെ സമീപനം എങ്ങനെയാണ്, നമ്മൾ അതിനോട് കാട്ടുന്ന നമ്മുടെ സമീപനം എങ്ങനെയാണ്, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഹൃദയം തുറന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ നമ്മൾ എക്സ്പോയിൽ എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിപ്പോയ ഒരു കാഴ്ചയുണ്ട്. ഖബർ ആലോചിച്ച് നോക്കുക. അവിടെ അതിനെ സൂചിപ്പിച്ച് പറഞ്ഞു തരാൻ ഒരാൾ കൂടി നിന്നിട്ട് അത് പറയുക കൂടി ചെയ്താൽ വല്ലാത്തൊരു നിർമ്മിതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു ചെറിയ ഇരുട്ട്, പിന്നെ ആ ഭാഗത്തേക്ക് ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ചെറിയ ശബ്ദം. എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് തോന്നിപ്പോവാണ്. പക്ഷേ സമസ്തയുടെ സമ്മേളനമാണ്, ഒരുപാട് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കൾ വരുന്ന സമ്മേളനമാണ്. ഒരുപക്ഷെ അത് ചിന്തിച്ചു മരിച്ചു പോയാലും ഇത്രയും ആളുകളുടെ ദുആ കിട്ടൂല. ഇന്നൊരു വിഖായയുടെ പ്രവർത്തകൻ എന്നോട് പറഞ്ഞ, ഉസ്താദ് എൻ്റെ ആഗ്രഹം സമസ്തയുടെ 100-ാം വാർഷികം കഴിയുന്നതിന് മുമ്പ് സമസ്തയുടെ ഹാദ്യമായി മരിച്ചു വീണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, അത്രയും വിയർത്തു കുളിച്ച് ഓടി നിയന്ത്രിച്ച് ആളുകൾ കുറ്റപ്പെടുത്തുന്നു, ഗേറ്റ് തുറന്നതാ, എന്നെ കയറ്റിവിട്, ഞാൻ 7 കൊല്ലം കൊണ്ട് സമസ്തയുടെ ആ ഘടകത്തിലുള്ളതാ, ഈ ഘടകത്തിലുള്ളതെന്നൊക്കെ പറയുമ്പോഴും നിയമത്തിന് എതിരായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കണിശമായ കയറിലൂടെ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആ പാവപ്പെട്ട മക്കളിൽ ഒരാൾ പറയാണ്, ഈ ക്യാമ്പിൽ മരിച്ചാലോ ഉസ്താദെ, നാളെ അത്രയും ആളുകൾ നിറഞ്ഞു കവിയുന്ന സദസ്സിൽ ഒരു ദുആ കിട്ടൂല എന്നാണ്. അതുകൊണ്ട് ആ ഖബർ കണ്ടപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ അകത്ത് ഏറ്റവും അധികം നമുക്കൊരല്പമെങ്കിലും പറയാൻ പെട്ടെന്ന് സാധ്യത വരുന്ന ഒരു ചോദ്യമാണ്, ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുത്തായ കൽബായ കണ്ണായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹബീബാൻ, എൻ്റെ കരളാൻ എന്ന് പറയാൻ കിട്ടുന്ന ഒരു മഹാഭാഗ്യം, അതവിടെ പറയാൻ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ അതിന് നമുക്ക് കഴിയോ? നമ്മളിപ്പോൾ ഈ ഇരുട്ടെന്ന് ആലോചിച്ച് നോക്കി, ഇതിനെ നമ്മൾ ഒറ്റപ്പെടുന്നു, എല്ലാ ലൈറ്റും ഓഫായി, ഒറ്റയ്ക്ക് കവറിൻ്റെ അകത്ത്. നമുക്ക് ആ നൂറിനെ കണ്ടാൽ ഇതെൻ്റെ മുത്താണെന്ന് പറയാൻ പറ്റുന്ന ഒരു യോഗ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കുറേ റബീഉൽ അവ്വൽ ആഘോഷം നടത്തി, മൗലിദ് നടത്തി, ഒക്കെ നമ്മൾ നടത്തി. പക്ഷെ ഖൽബ് കൊണ്ട് അങ്ങനെ ഒന്ന് കാണിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹ്ശറയിൽ ഹൗദുൽ കൗസറിനെ കുറിച്ച് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ ബൈത്തൊന്ന് ചൊല്ലിയിട്ട് ഹൗദിലേക്ക് വരാം. إننا نرجو إلى كأس حوضك للعطاش يوم نسير كتابي يا سيدي خير النبي الصلاة على النبي والسلام على الشفيع الأبطهي والحبيب العربي الله عند رسول نبي محمد മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്കെന്റെ പടച്ചവൻ തന്ന ഏറ്റവും വലിയ മനോഹരമായ സമ്മാനം നാളെ മഹ്ശറ വൻസഭയിൽ നക്ഷത്രങ്ങളെക്കാൾ കോപ്പകളുള്ള പാലിനേക്കാൾ നിറമുള്ള തേനിനേക്കാൾ മധുരമുള്ള ആ ഹൗദിന്റെ പാനത്തിന്റെ ചാരത്ത് ഞാൻ നിൽക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അതിലേക്ക് ആദ്യം കടന്നു വരുന്നതാരാണ്? സമസ്തയുടെ മക്കളെ, എക്സ്പോയിൽ വന്ന് നിറകണ്ണുകളോടെ സമസ്തയുടെ പ്രിയപ്പെട്ട അഭിദയകാംക്ഷികൾ ചെയ്ത കരവിരുതിന്റെ മഹാത്ഭുതം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ നിമിഷങ്ങളിൽ ധന്യതയോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരംഭപ്പൂവും മറുപടി കൊടുക്കുകയാണ്. ആരാണ് ആദ്യം വരുന്നതെന്നറിയോ? സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവ്വലുൻ നാസി വറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ. എന്റെ പ്രിയപ്പെട്ട ഫഖീറുമാരായ മുഹാജിറുകളായ പാവങ്ങളാണ്, മുഹാജിരീങ്ങളായ പാവങ്ങളാണ്. മക്കയിൽ നിന്ന് സർവ്വതും വലിച്ചെറിഞ്ഞിട്ട് മദീന മതി എന്ന് പറഞ്ഞു പോയവർ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മക്ക രാജ്യത്തിന്റെ കോട്ടകൊത്തളങ്ങളെല്ലാം
സ്വന്തമായിട്ടുണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് ഉടുതുണിയുടെ പണം പോലും എനിക്ക് വേണ്ട ഉമ്മ, അതുകൂടി നിങ്ങളെടുത്തോ, എനിക്കതിനേക്കാൾ എൻ്റെ മുത്തുമതിയെന്ന് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് വലിയ വീടുണ്ടായിരുന്നു. ആ വീട് ഒഴിവാക്കിയിട്ടാ പോയത്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്റെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലെ പണം ചിലവഴിക്കുമ്പോ മനസ്സും അടിക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ചരിത്രത്തിന് നമ്മെ മാറ്റാൻ കഴിയുമോ? ഈ എക്സ്പോയ്ക്ക് നമ്മെ മാറ്റിമറിക്കാൻ കഴിയുമോ? പാറ പോലെ കറുത്തുപോയ ഇരുണ്ട ഹൃദയത്തിന്റെ അകത്ത് കുണിയയിൽ ഒരുമിച്ച് കൂടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആരവം ഒരു ഹിദായത്തിന്റെ കുത്തെങ്കിലും നൽകാൻ പറ്റുമോ? അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു കൊള്ളാം നമ്മളെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുഹാജിരീങ്ങളിൽ പാവങ്ങൾ, അവർക്കാണ് ആദ്യ സമ്മാനം. ഹൗദുൽ കൗസർ അവർക്കാണ്. കുടിച്ചാൽ മധുരം മതിയാകാത്ത, കുടിച്ചാൽ സുഖം അവസാനിക്കാത്ത, അനുഭൂതിക്ക് അന്ത്യമില്ലാത്ത മനോഹരമായ ഹൗള് എന്റെ പ്രിയപ്പെട്ട മുഹാജിരീങ്ങളിൽപ്പെട്ട പാവങ്ങൾക്കാണ്. അവരെനിക്കു വേണ്ടി എല്ലാം കളഞ്ഞവരാണ്. അവരുടെ കൊട്ടാരം, അവരെ തോട്ടങ്ങൾ, അവരെ സർവ്വതും അവരുപേക്ഷിച്ചവരാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ, ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ, ആയിരം കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ, ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ, ആയിരം കണ്ണിലും കാണുമോ ഞാൻ എൻ്റെ ഖൈറാം നൂറുള്ളാഹേ, ഖൈറാം നൂറുള്ളാഹേ. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ, ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ, ആയിരം കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. കണ്ണുള്ളോർ കണ്ടോ, കണ്ടോരെ കണ്ടോ, കണ്ടപ്പോൾ വിണ്ടോ, കൽവുള്ളിൽ പൂണ്ടോ. കണ്ണുള്ളോർ കണ്ടോ, കണ്ടോരെ കണ്ടോ, കണ്ടപ്പോൾ വിണ്ടോ, കൽവുള്ളിൽ പൂണ്ടോ. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. നബിയേ മദിയേ തണിയേ നിധിയേ, എന്നിൽ വരുമോ യാ നബിയേ. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ, ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ, ആയിരം കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ
ഹൗദുമായി ബന്ധപ്പെട്ട 4 സംഭവങ്ങൾ ഞാൻ പറയാം. 1, ഹൗദിൽ എൻ്റെ കൂട്ടുകാരൻ. 2, ഹൗദുൽ കൗസർ ഞാൻ വായിൽ കോരി ഒഴിച്ചു കൊടുക്കും ഒരു സഹാബിക്ക്. 3, ഹൗദിന്റെ ഭാഗത്ത് വടിയുമായി നിന്ന് കള്ളന്മാര് വന്നാൽ അവരെ തല്ലി ഓടിക്കും ഒരു സ്വഹാബി. 4, മാലാഖമാരുടെ കയ്യിൽ തന്നെ വടി കൊടുത്തിട്ട് തെണ്ടികളായി ഹബീബിനെ വെറുത്തവരായി മക്കളിൽ പുത്തൻവാദികൾ വളർന്നു വരുമ്പോ ആ വേരറുത്ത് കളയാൻ കഴിയാതെ വിവരം കെട്ടവരായി അവരുടെ ചതിക്കുടിയിൽ വീണുപോയ ബലഹീനരെ ആട്ടി ഓടിക്കാനാണ്. ഒന്നാമത്തതാരാണ്? നൂറിൽ തിളങ്ങുന്ന ശുദ്ധീകരേ, നൂറാറ്റലിൻ സ്നേഹ സാഫല്യമേ. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഹിബി ഫിൽ ഹൗൽ വസ്വാഹിബി ഫിൽ ഗാർ. അതിനെ രണ്ടും ചേർത്ത് പറയാണ് ഷഫീഉനാ റസൂലുള്ളാഹി. ആ ത്യാഗത്തിനുള്ള സമ്മാനമാണ്. എന്ത് നമ്മൾ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ചെയ്തോ തിരിച്ചുവിടും. ഇപ്പൊ ഞാൻ ഇവിടെ ക്യാമ്പിൽ നിന്ന് ഓടി ഇവിടെ എത്തി ഞാൻ ഇത് അവതരിപ്പിക്കുന്നതിന് 100 വട്ടം ഉറപ്പാണ് എനിക്ക് എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പകരം ഒരു സമ്മാനം തരും. അതിനെനിക്ക് ഒരു സംശയമില്ല. 99.25 പോലല്ല, 100 വട്ടം ഉറപ്പാണ്. നിങ്ങളിവിടെ നിൽക്കുന്നില്ലേ, നിങ്ങൾ ഇരിക്കുന്നില്ലേ? ഈ ഒരു അവസരം ഈ എക്സ്പോയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ നിങ്ങൾക്ക് വേണ്ടി ഒരു അനുരാഗത്തിന്റെ വർഷം പോലെ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നില്ലേ? അവരിത്രയും കഷ്ടപ്പെട്ട് ഈ എക്സ്പോയിലെ സംവിധാനങ്ങളൊക്കെ സജ്ജീകരിച്ച് ത്യാഗം ചെയ്ത് സ്ത്രീകളുടെ തിക്കും തിരക്കും ഒക്കെ അന്ന് ഒരുപാട് അനുഭവിച്ച് വിഷമിച്ച് കരഞ്ഞ് അതിനേക്കാളൊക്കെ കൂലി ഈ ചുരുങ്ങിയ സമയത്തിന് പകരം അല്ലാഹു അവർക്ക് കൊടുക്കും. അതെന്തുകൊണ്ടാണ്? അതതിൻ്റെ ഇടയിൽ എൻ്റെ ഹബീബ് ഉള്ളത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനിടയിൽ നമ്മുടെ പാട്ടുപാടുന്ന മുനീറൻവരി സോയിൽ ഫൈസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കയറി വരണം കേട്ടോ. എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. അവരോട് ഉണ്ടെങ്കിൽ എന്തായാലും വന്നാൽ സംഘാടകർ കാണുകയാണെങ്കിൽ അവരെ ഇൻഷാ അല്ലാഹ് സ്റ്റേജിലേക്ക് കയറ്റി വിടണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പൊ ഒന്നാമത് എൻ്റെ ഹൗദിന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? അവർ തന്നെയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് അങ്ങനെ പകരം കൊടുത്തത്? ആകാശം കടന്ന് അള്ളാഹുവിന്റെ അടുത്ത് പോയിട്ടാ ഞാൻ വന്നിരുന്നു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു നബിയെ. രണ്ടാമതൊന്ന് ചോദിക്കാതെ ശരിയാണോ പോയോ ഒന്നും ചോദിച്ചില്ല. ഞാൻ വിശ്വസിച്ചു നബിയെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും അണുകിട വ്യത്യാസമില്ലാത്ത പ്രേമക്കൊട്ടാരം തീർത്ത കൽബിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് ഹൗദുൽ കൗസറിൽ നിന്ന് പാനം കോരി വാക്യകത്ത് ഒഴിച്ചു കൊടുക്കുന്ന സ്വഹാബിയുണ്ട്. ആരാണത്? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുതലാളിത്വത്തിന്റെ അടിമപ്പാളയത്തിൽ കിടന്നു വെന്തുരുകിപ്പോയ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ദാഹിച്ച് തളർന്ന് പല ഘട്ടങ്ങളായിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഉപദ്രവിച്ചത്. പാറ പിടിച്ചു വെച്ചു, ആണി ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ അടിച്ച് തറപ്പിച്ചു വെച്ചു. കയറ് കെട്ടിയിട്ട് തെണ്ടിപ്പിള്ളേരെ കൊണ്ട് അറേബ്യയുടെ മൂർച്ചയുള്ള കരിങ്കൽ ചീലുകൾക്ക് മുകളിലൂടെ രക്തം പൊട്ടി ഒഴുകുന്ന വിധത്തിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടന്നു. പൊരിവെയിലത്തുകൊണ്ട് കെട്ടിക്കെട്ടിട്ട് എല്ലാവരും മാറിപ്പോയിരുന്നു. ദാഹിച്ച് വലഞ്ഞിട്ട് പാവപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളം ചോദിച്ചപ്പോ ചരിത്രകാരന്മാര് പറയുകയാണ്, ഒട്ടകത്തിന്റെ മൂത്രം എന്നതിനപ്പുറം ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് വാക്യകത്തേക്ക് പാവപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒടുവിൽ ആ പാവപ്പെട്ട ബിലാലിന് അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള 60 അടിമകൾക്ക് പണം കൊടുക്കുന്ന ആ പണം എണ്ണി കൊടുത്തിട്ട് തോളപ്പ് ചുമന്നുകൊണ്ട് നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സരസിലേക്ക് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന രംഗമുണ്ട്. എന്റെ ബിലാലിൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ ഹൗദുൽ കൗസർ എത്ര അടുത്ത മോമിനിങ്ങൾക്കും അത് മാലാഖമാർ കോരിയെടുത്ത് കയ്യിൽ കൊടുക്കലാണെങ്കിൽ
എന്റെ ബിലാലിന്റെ വാക്യകത്തേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് പറഞ്ഞത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, മഅക, അങ്ങയോടുകൂടി അലിയെ, നിന്നോടുകൂടി ഒരു വടിയുണ്ടാവും. മഅക അസാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്റെ കയ്യിൽ ഒരു വടിയുണ്ടാവും. ആ വടി കൊണ്ട് കപടന്മാരെ, കള്ളന്മാരെ, എന്നെ സ്നേഹിക്കാത്തവരെ, എന്റെ മൗലിദിന്, എന്റെ ആദർശത്തിന്, എന്റെ ആശയത്തിന്, എന്റെ മഹബ്ബത്തിന്, എന്റെ സ്വലാത്തിന്, എന്റെ മദീനക്കെതിരായി മക്കത്ത് പോയി മദീനയിൽ പോകാതെ വരിക, അതൊരു വലിയ സ്റ്റാറ്റസ് ആയിട്ട് പ്രകടമാക്കുക. ഞാൻ വലിയ പ്രവാചക സ്നേഹിയാണ് എന്ന് പറയുന്നവരെ പുച്ഛത്തോടു കൂടി നോക്കുക. തലയിൽ കെട്ട് കണ്ടാൽ, സമസ്തക്കാരെ കണ്ടാൽ എന്ത് രസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ക്യാമ്പിൽ നടക്കുന്ന മഗ്‌രിബ് നമസ്കാരം, ക്യാമ്പിലെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ലഹളയില്ലാതെ, ഒരു ബഹളമില്ലാതെ, ഒരു അലുമ്പില്ലാതെ ലയിച്ച് ചേരിയല്ലേ അത്രയും മുഅ്മിനീങ്ങൾ, അത്രയും മുത്തഖീങ്ങൾ, അത്രയും ഇഖ്ലാസുള്ള പ്രവർത്തകർ. അങ്ങനെയുള്ള ഈ സംഘത്തെ പോലും പുച്ഛത്തോടെ കാണുന്നവർ എന്താണ് ഇവിടെ ചെയ്യുക? ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ? ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടോ? ആരെങ്കിലും വലിച്ചു കീറുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. എത്ര സെക്ഷനുകളാണ്, എത്ര ക്ലാസുകളാണ്. അപ്പൊ ഇത്തരം പ്രവാചക അധ്യാപനങ്ങളെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന സംഘത്തെ ചവിട്ടിത്തേക്കുന്ന ഒരു വലിയ വിഭാഗത്തെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്റെ കയ്യിൽ ഞാനൊരു വടി തരും. ആ വടി കൊണ്ട് നീ അവരെ അടിച്ചോടിക്കണം. എന്റെ ഹൗദിന്റെ ഭാഗത്തേക്ക് വരാൻ അവർക്ക് യോഗ്യതയില്ല. അല്ലാഹുവേ, ആ സംഘത്തെ തൊട്ട് പാവപ്പെട്ട ഞങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അങ്ങനെ ആട്ടി ഓടിച്ചാൽ നമ്മൾ ഏറ്റവും മോശക്കാരായി പോവില്ലേ? ഏറ്റവും വൃത്തികെട്ടവരായി പോവില്ലേ? നമ്മുടെ വളർന്നു വരുന്ന തലമുറ എങ്ങനെയാണ്? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നവർ. ഞാൻ ഈ പകലിങ്ങനെ ക്യാമ്പിൽ നിന്ന് വാഹനത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്തൊക്കെ റോഡിൽ ആ പൊരുവയിലെത്തി നിൽക്കുന്ന വിഹായുടെ പ്രവർത്തകര് ഇങ്ങനെയാണ് കാണിക്കുന്ന ചില കുട്ടികൾ. എന്ന് പറഞ്ഞാൽ ഉസ്താദ് ദുആ ചെയ്യണമെന്നാണ്. ഈ ഖിദ്മത്തിന് പകരം, ഈ സേവനത്തിന് പകരം ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. അതാണ് മക്കൾ പറയാ. കൈ കാണിക്കല്, ഓടി വന്ന് കൈ തുടൽ, അതൊന്നുമല്ല. ഇങ്ങനെ കാണിക്കാണ്. ഉസ്താദ് ദുആ ചെയ്യണം, മറന്നു പോകരുത്, നമ്മുടെ കാര്യം മറക്കരുതെന്നാണ്. ഈ പൊരുവയിലത്ത് സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ കിട്ടൂല. അതിനൊന്നും അവർക്ക് പരിഭവങ്ങളില്ല. ഈ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ അടിയോടിക്കാൻ പാതിരാത്രി പാവങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കഴിയോ? ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, കഴിയില്ല. ആ പ്രിയപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ വടി ഇരിക്കുമ്പോൾ ആ വടി കൊണ്ട് നമ്മെ തള്ളരുത്, നമ്മെ പുണരണം, നമ്മെ സ്നേഹിക്കണം. 2000 മാലാഖമാർ ഹൗദുൽ കൗസറിന്റെ ചുറ്റുഭാഗത്ത് രണ്ട് കൈയിലും ഇരുമ്പിന്റെ വടികളുമായി ഹൗദുൽ കൗസർ നുകരാൻ യോഗ്യതയില്ലാത്തവർ കടന്നു വന്നാൽ അവരെ വിരട്ടി ഓടിക്കാനും തല്ലാനും വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് ചെല്ലാനുള്ള യോഗ്യത നമുക്കുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ, മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ? മുത്തം നടന്നോട്ടെ, മുത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ? പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് പതറുന്നു താനേ. പാവമാണേ ഞാൻ, പാവമാണേ ഞാൻ, കരളിൻ്റെ കരളേ, പാവമാണേ ഞാൻ, കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ തേനേ. ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്ന വിരലിൻ്റെ വെള്ളം തരാമോ? ഒന്ന് കുടിച്ചോട്ടെ സംസം
നിലാവേ ഒന്ന വിരലിൻ്റെ വെള്ളം തരാമോ? കെട്ടിപ്പിടിച്ചോട്ടെ കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ, തട്ടിത്തെറിപ്പിക്കല്ലേ എൻ്റെ നൂറേ. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടുമറന്നിടാനായി. എന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാനീ കോലത്തിൽ? എന്താണേലും മദിഹില്ലലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാവത്തിൽ? നോക്കുമോ ഈ പാവത്തിൽ? എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടുമറന്നിടാനായി. എന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാനീ കോലത്തിൽ? എന്താണേലും മതിയില്ലലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാവത്തിൽ? നോക്കുമോ ഈ പാവത്തിൽ? പലരുടെ കണ്ണിലും വിരുന്ന് വന്ന കഥയുണ്ട്. പതികനിലൊരു ദിനവും കണ്ടിടാത്ത കൊതിയുണ്ട്. ഇലകളൊഴിഞ്ഞൊരീ മരത്തിനെന്തോ നിറമുണ്ട്. ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കരയുണ്ട്. കൽബൊന്നാടുപ്പിക്കണം നീറും കനലാറി തണുപ്പിക്കണം. മൗത്തിൻ മുന്നേ തിരുമുഖമത് വിരിയിണ ചെറുപൂന്തോട്ടമായിടണം. ആവോളം ആ തേനും നുകർന്നിടണം. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടുമറന്നിടാനായി. എന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാനീ കോലത്തിൽ? എന്താണേലും മതിയില്ലലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാവത്തിൽ? നോക്കുമോ ഈ പാവത്തിൽ? മദീനയെ കുറിച്ച് പറയാം. നമുക്കൊരു 3 സ്വലാത്തിൽ മദീനയെ കുറിച്ച് കുറച്ച് പറയാം. എനിക്ക് പിന്നെ നിങ്ങളെ കണ്ണടച്ചിരുത്തി മദീനത്ത് കൊണ്ടുപോകാനും അങ്ങനെ നമ്മൾ മദീനയിലെത്തി ടൈല് ചവിട്ടി പച്ചക്കുപ്പ കാണുന്നുണ്ട്, അതൊന്നും പറയാനറിയില്ല. പക്ഷെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഇൻഷാ അല്ലാഹ് മദീനയുടെ കൂലി ഉള്ളതാക്കി തരാൻ എൻ്റെ പടച്ചോന് കഴിയുമെന്ന് എനിക്ക് 100 വട്ടം ഉറപ്പല്ലേ. അള്ളാഹുവിന് കഴിയുമല്ലോ. അള്ളാഹിൻ്റെ ഖജനാവ് എത്ര വിശാലമാണ്, പടച്ചോൻ കാരുണ്യവാനല്ലേ. ഏത് ലോകത്ത് നിന്നാലും മദീനത്ത് നിൽക്കുന്ന കൂലി അള്ളാഹ്ക്ക് തരാൻ പറ്റും. അതിൽ ഞാൻ മുമ്പൊരു പാട്ട് എഴുതിയതിൽ ഒരുപാട് പേര് അതിൻ്റെ കമൻസുകളിലും അല്ലാതെയൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ട്. അതായത് കണ്ട് കൊതി തീർന്നതാരാ മദീന,
കൊണ്ടുപോയെത്ര ജീവൻ മദീന. ഈ കൊണ്ടുപോയത്ര ജീവൻ മദീന എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു പോലെ, മദീന ആളുകളെ കൊല്ലുകയാണെന്ന് ചോദിച്ചത്. പക്ഷെ അങ്ങനല്ല. അത് ഇപ്പൊ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഈജിപ്തിലാണ്, അടക്കിയത് ഈജിപ്തിലാണ്. നമ്മൾ പോയാൽ നമുക്ക് ആ ഖബർ അവിടെ കാണാം. പക്ഷെ അടക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായി ഇവിടെ. എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ ഞാൻ മദീനത്തെ അടക്കൂ എന്ന് ഇസ്ഹാഖിൽ മുഅ്തമിൻ എന്ന ഭർത്താവ് വാശി പിടിച്ചു. ഞാനിവിടെ പെട്ടിയിലാക്കി നേരെ മദീനത്തേക്ക് കൊണ്ടുപോവാണ്. ഈജിപ്തുകാർ അത്രയും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കണ്ട ആ പ്രിയപ്പെട്ട ഉമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും പരാതികളായി, പരിഭവങ്ങളായി. ലക്ഷക്കണക്കിന് സലാത്തുകൾ നിയ്യത്താക്കി, സ്വലാത്തിൽ കരഞ്ഞു ദുആ ചെയ്തു. ഇസ്ഹാഖിൽ മുഅ്തമിന്റെ കണ്ണിൽ ചെറിയൊരു മയക്കം വന്നു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നഫീസയെ ലോകത്ത് എവിടെ അടക്കിയാലും അവൾ മദീനക്കുള്ളതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സ്നേഹമായിരുന്നു നഫീസുൽ മിസ്രി റളിയല്ലാഹു അൻഹു മദീനയോട്. നമ്മൾ ആ സ്നേഹത്തോടു കൂടി നിന്നാൽ എനിക്കുറപ്പുണ്ട് നമ്മൾ മദീനത്തിരിക്കുന്ന കൂലി, മദീനത്ത് നിൽക്കുന്ന കൂലി അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന്. നമുക്ക് മദീനത്തേക്ക് പോയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇന്ന് എല്ലാ സ്ഥലവും തുറന്നിട്ടുണ്ട്, എല്ലാ സ്ഥലവും തുറന്നിട്ടുണ്ട്, എല്ലാ സ്ഥലവും തുറന്നിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് പോയി കാണാം. ഞാൻ എന്റെ സ്വപ്നത്തിലൂടെ അനുഭവിച്ച സുഗന്ധമാണല്ലോ റബ്ബേ ഈ ഉഹദിന്റെ ഈ കല്ലിൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് 18 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടി ബോധരഹിതയായി വീണിട്ടുണ്ട് ഉഹദിന്റെ ആരംഭപ്പൂവിന്റെ സുഗന്ധമുള്ള കല്ലിന്റെ ചോട്ടിൽ. 18 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിയാണ്. സ്വപ്നങ്ങളുടെ, റീൽസുകളുടെ, ഫേസ്ബുക്കിന്റെ, കഥപറിച്ചിലിന്റെ, നുണപറിച്ചിലിന്റെ, ആട്ടത്തിന്റെ, ഓട്ടത്തിന്റെ കറുത്ത കാലത്ത് ഞാൻ എന്റെ സ്വപ്നത്തിലൂടെ അനുഭവിച്ച സുഗന്ധം സ്വപ്നത്തിലൂടെ അനുഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അർത്ഥതലം എവിടം വരെ പോകും നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നോട് പറയാണ് അവിടെ ആ ഗ്രൂപ്പിൽ പോയവര്, ഉഹദ് കാണാൻ പോയവര്, ആ മോള് ബോധം കെട്ട് വീഴാണ്. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധമുള്ള സ്ഥലത്ത് ബോധം കെട്ട് വീഴാണ്. എത്ര അനുഭവങ്ങളുണ്ട് ലോകത്ത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ അയൽവക്കക്കാര് എത്ര പേര് കണ്ടു. നമ്മളിങ്ങനെ വീണ്ടും ദുനിയാവിന്റെ ചവറ്റുകുട്ടയിലേക്ക് ഇങ്ങനെ വീണ് 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 ഒരു ദിവസം നമ്മൾ മരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്യാഗം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടാവാനാണ് ഇതിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കിട്ടാനാണ് ഇതിന്റെ ഒരു ഹാദ്യമാകുന്നത്. എന്തെങ്കിലും ഒരു കൂലി കിട്ടാനാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതും ത്യാഗം ചെയ്യുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും. അപ്പൊ നമുക്ക് രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടണം. മദീനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് സമസ്തയും സുന്നത്ത് ജമാഅത്ത് നമ്മളെ തേടി വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. SKSSFന്റെ ആ ക്യാമ്പയിൻ നടക്കുകയാണ്, SOSന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്, ആളെ ചേർക്കുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നമ്മുടെ മക്കളോട് സംസാരിച്ച പോലെ നമ്മുടെ മക്കൾക്ക് നേരമില്ല. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് സത്യം കണ്ടെത്താൻ വേണ്ടി സ്വർണത്തിൽ പിറന്നു വീണ വീടിന്റെ കൊട്ടാരത്തെ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നവരാണ് അവർ. നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല. സമസ്തയെ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടത്? എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാനുണ്ടോ? ഇനി ഇതിന്റെ തലപ്പത്തേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ മീറ്റിങ്ങിന് വരുന്ന വണ്ടിക്കൂലിയും ചായക്കാശും ഉൾപ്പെടെ സമസ്ത തരുന്നില്ലേ ഈ ദീൻ വളർത്താൻ വേണ്ടി? അപ്പൊ സമസ്തക്ക് വേണ്ടി നമുക്ക് എന്താ നഷ്ടപ്പെട്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ നമുക്ക് നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചതിന് വേണ്ടി അള്ളാഹിന്റെ ദീൻ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ഇന്ന് പല മദ്രസകളിലും പാഠപുസ്തകം ഫ്രീ ആണ്, ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യവും സംവിധാനവും സമസ്ത നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ ആ ഒരു വാക്കിനോടുള്ള നമ്മുടെ ആദരവ് എത്ര ഉണ്ടാവണം, അതിനോടുള്ള ബഹുമാനം നമുക്ക് എത്ര ഉണ്ടാവണം. അതുകൊണ്ടല്ലേ ഇപ്പൊ നാളെ നിങ്ങൾ നോക്ക്, ഏറ്റവും പുറകിലെ തെങ്ങിൻ തോട്ടത്തിൽ അങ്ങേയറ്റത്തിരിക്കുന്ന ഒരാളിന് പോലും സ്റ്റേജ് കാണണമെന്ന് നിർബന്ധമില്ല. അതിനൊന്ന് പങ്കുകൊണ്ടിട്ട് വന്നാൽ മതി. അവരാണ് സത്യത്തിൽ യഥാർത്ഥ സമസ്തക്കാരും. ആലോചിച്ചു, എത്രയോ ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് അവരങ്ങനെ അനുഭവിക്കുകയാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ കോട്ട കൊത്തളങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോഴാണ് ദീനിലേക്ക് വരുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ തന്റെ മനസ്സിൽ പതിഞ്ഞു പോയ ദൈവ വിചാരങ്ങളുടെ തെറ്റാണെന്ന് ബോധ്യമായപ്പോ, ഇത് ഹക്കല്ലെന്ന് മനസ്സിലായപ്പോ, ബിംബങ്ങള്, ആരാധനാ വസ്തുക്കളൊക്കെ വലിച്ചെറിഞ്ഞ് സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ഒടുവിൽ മദീനയിൽ ഇങ്ങനെ ഒരു നായകൻ വരുമെന്നറിഞ്ഞപ്പോൾ കച്ചവട സംഘത്തിന്റെ വാഹനത്തിന്റെ അകത്ത് കയറി മദീനത്തേക്ക് വന്നു. മദീനയിൽ വന്നിട്ട് കണ്ടെത്തുകയാണ് ഒരു ജൂതന്റെ തോട്ടത്തിൽ, ഈന്തപ്പനത്തോട്ടത്തിൽ പണിയെടുത്ത് അതിന്റെ മുകളിലിരുന്ന് ഈന്തപ്പനം അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ നടന്നു പോകുന്ന രണ്ടാളുകൾ പറയുകയാണ്, അറിഞ്ഞോ
അറിഞ്ഞോ, ഇവിടെ യസ്രിബില് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെത്തിയിട്ടുണ്ട്. ദീനീ പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ തിളക്കമാർന്ന മുഖമാണ്, ഹുസ്നുൽ ഖുലുഖാണ്, വാക്കിനെന്തൊരു സൗന്ദര്യമാണ്. ആളുകൾ ഇങ്ങനെ പറയാണ്, നേരെ മുകളിൽ നിന്ന് താഴെ ചാടിയിട്ട് അന്വേഷിക്കുകയാണ്. ശരിയാണോ, ഞാൻ അന്വേഷിച്ചെത്തിയ ആളിൻ്റെ അടുത്ത് എത്തിയല്ലോ, എനിക്ക് പഠിക്കാലോ, നേരെ പോവാണ്. ഒരുപാടുണ്ട് ചരിത്രം, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത് വഅലല്ലല്ലോ. ഞാൻ നിങ്ങളെ കൽബിലേക്ക് ആ സംഭവം ഇട്ട് തരികയാണ്. അതാണ് മജ്ലിസ് എന്ന് പറഞ്ഞാൽ. വഅലാവുമ്പോൾ അങ്ങനെ നീട്ടിപ്പരത്തി പോകണ്ട. ഇതങ്ങനല്ല, ഇതങ്ങനെ പറഞ്ഞു പോകണം, ആ കണ്ടന്റ് മാത്രം. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ പരിശോധിക്കുകയാണ്. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണെന്ന് തിരിച്ചറിയുകയാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരിച്ച് ജൂതന്റെ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ദിവസം ആരംഭപ്പൂവിനെ സ്വപ്നം കണ്ടവന് രണ്ടാമത്തെ ദിവസം കിടന്നാൽ കണ്ണടക്കാൻ പറ്റൂല. അത് കണ്ടവരുടെ അനുഭവമാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ പൂമുഖം കാണുന്നത്. വല്ലാണ്ടായി പോയി. സ്നേഹിച്ചാലുടനെത്തി മനസ്സിനെ പുണരുന്ന നോവിക്കാനറിയാത്ത തിരുദൂതരേ, മോഹിച്ചാലുടനെത്തി ഹൃദയത്തെ കവരുന്ന ദ്രോഹിക്കാനറിയാത്ത മഹ്മൂദരേ. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ മുഖം, ആ ചുണ്ട്, ആ കണ്ണ് മനസ്സിന്നും ആയിരുന്നില്ല, ഉറക്കം വരുന്നില്ല. പിറ്റെന്നും പോവാണ് മദീനത്ത്. നേരം വെളുത്ത് ചെയ്യാനുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് നേരെ മദീനത്തേക്ക് ചെല്ലുകയാണ്. ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അവിടുത്തെ ചാരത്തുനിന്ന് മാറാൻ കഴിയാത്ത അനുരാഗ രോഗിയായി മാറി. ഉള്ളിലാ അനുരാഗം പടർന്നിട്ട് ഭക്ഷണം ഇറങ്ങുന്നില്ല. ജോലിയെല്ലാം യജമാനനെ ചെയ്തു തീർത്തിട്ട് വേഗമെത്തും മദീനയുടെ തിരുമുറ്റത്ത്. ജൂതൻ ഇങ്ങനെ നോക്കുകയാണ്. പണം കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന എന്റെ അടിമക്ക് എന്തു പറ്റിപ്പോയൊരു വെപ്രാളമാണ്. ജൂതൻ രാത്രിയിൽ കിടക്കുന്ന ഈ അടിമയായ സൽമാൻ കിടക്കുന്ന ഡോറിന്റെ ഭാഗം തുറന്നു നോക്കുമ്പോ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എന്തൊക്കെയോ ചൊല്ലുകയാണ്. ഒരു ദിവസം മദീനത്ത് നിന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൽമാനെ ഇങ്ങോട്ടോ, ഇവിടെ സൽമാനെ നീ എവിടെ പോകുന്നത്? ഒന്നും പറയണ്ടേ? മജ്ലിസില്ലേ? ഓതണ്ടേ? കാണണ്ടേ? കേൾക്കണ്ടേ? എവിടെയാണ് ഈ വെപ്രാളം? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ ചരിത്രം മൊത്തം പറഞ്ഞു. യാ റസൂലല്ലാഹ്, ഞാൻ എത്ര കൊല്ലം കൊണ്ട് ഓടുകയാണ് മദീനയെത്താൻ. അങ്ങയെ കണ്ടപ്പോൾ ഞാൻ അലിഞ്ഞില്ലാണ്ടായിപ്പോയി നബിയേ. എനിക്ക് പോവാൻ തോന്നുന്നില്ല, പക്ഷേ ഞാനൊരു ജൂതന്റെ അടിമയാണ്. അങ്ങയെ മുഖത്ത് നോക്കിയിരിക്കാൻ, അങ്ങയുടെ അരികത്തിരിക്കാൻ. ആളിക്കത്തുന്ന തീയാണ് ഇഷ്ക്, അതിനകത്തോ വല്ലാത്ത തണുപ്പ്. എന്റെ സൗബാനിതെന്താണ് രോഗം? മേനിയാകെ മെലിഞ്ഞോരു കോലം. എന്റെ സൗബാനിതെന്താണ് രോഗം? മേനിയാകെ മെലിഞ്ഞോരു കോലം. അങ്ങയോടുള്ളടങ്ങാത്ത പ്രേമം, അങ്ങയോടുള്ളടങ്ങാത്ത പ്രേമം. ഊണുറക്കം ഇല്ലാത്ത രാഗം. മഹാന്മാരായ സഹാബികൾ മുഴുവനും അങ്ങനെയായിരുന്നു. ഉവൈസ് ബിൻ ആമിർ അൽ-ഖർനി റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. ഉഹദിൽ ത്വാഹാവിൻ മുൻപല്ലു പൊട്ടി, വാർത്ത കേട്ട് ഉവൈസോരു ഞെട്ടി. താഴെ നിന്നും എടുത്തോരു കല്ല്, താഴെ നിന്നും എടുത്തോരു കല്ല്, മുഴുവനായും തകർത്തില്ലേ പല്ല്. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, സഹിക്കുന്നില്ല നബിയെ, അങ്ങയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ യാ റസൂലല്ലാഹ്, ഞാനൊരു അടിമയാണ്, ജൂതന്റെ അടുത്തേക്ക് ചെല്ലണം. പ്രവാചക സൗന്ദര്യം അത്
വെറും ഒരു 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 വ്യക്തിയുടെ സൗന്ദര്യം പോലെയല്ല. ഒരാളെ നമ്മൾ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരാളെ കാണുന്ന പോലെയല്ല. നമ്മുടെ മനസ്സിനെ ഉരുക്കിക്കളയും ആ സൗന്ദര്യം. അത് ചെറിയ സൗന്ദര്യമില്ല. മൈക്ക് കറക്റ്റാണ്. ആ സൗന്ദര്യം നമ്മുടെ മനസ്സിനെ ഉരുക്കിക്കളയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പാട്ട് എഴുതിയതിൽ വെച്ച് ഏറ്റവും അധികം ഇന്നും എന്നും എല്ലാ കാലത്തും, നിങ്ങളൊക്കെ പറയുമല്ലോ പനയോലയിൽ ഒരു കുടിലാണ് എന്നതാണ് ഏറ്റവും ഉസ്താദ് എഴുതിയാൽ അങ്ങനെ അത് പറയുമല്ലോ. അതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒരാൾ സുബഹിന്റെ സമയത്താണ് വീട്ടിലേക്ക് ഓടി വരിക. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു ഉസ്താദെ വിശദീകരിക്കാണ്. അദ്ദേഹം അങ്ങനെ ഒരു കിതാബ് നോക്കി പഠിച്ചില്ല, ഒരു സാഹിത്യ ബുക്കും പരിശോധിച്ചില്ല, ഒരു പാട്ടും കേട്ടില്ല. ആ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യൻ പറഞ്ഞതാണ് ഞാൻ ആ പാട്ടിൽ എഴുതി വെച്ചത്. അദ്ദേഹം പറയാണ്, കുറേ സ്വലാത്തിയിൽ എത്ര കാലം കൊണ്ടുള്ള തപസ്സാണ്. ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ അങ്ങനെ നിയ്യത്ത് ചെയ്ത് കിടന്നു. ഓരോ വെള്ളിയാഴ്ച രാവിലെ കിടക്കും. ഇന്നലത്തെ രാത്രി എനിക്ക് അള്ളാഹു സമ്മാനിച്ചതാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതിനെയാണ് അങ്ങനെ പാട്ടാക്കിയത്. അത് ഈ പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ ശബ്ദത്തിൽ അങ്ങനെ പാടി. അള്ളാഹു ആ സഹോദരന്റെ ഉപ്പ ഒരു ആലിമാണ്. ആ ഉപ്പാന്റെ കബർ സമസ്തയുടെ ബറക്കത്തുണ്ട്, മദ്ഹിന്റെ ബറക്കത്തുണ്ട്, ആരംഭപ്പൂവിന്റെ ഹക്കുകൊണ്ട് അള്ളാഹു സ്വർഗീയ കൊട്ടാരമാക്കി കൊടുക്കട്ടെ. നമുക്കത് കുറച്ച് കേൾക്കാം ഇൻഷാ അല്ലാഹ്. സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ, സുഗന്ധത്തിൻ തോണിയിൽ സുവർഗത്തിൽ പോയി ഞാൻ. സലാം ചൊല്ലി നോക്കി ഞാൻ മദീനത്തെ താജരെ, സ്വയം മറന്നു ഞാൻ സുഖരസമധുമഴയിൽ. ചിരിമണി ചിതറും നൊരൊളി കമറേ, തിരുമൊഴി വിതറും നൊരുതി ബദറേ, തിരകളിലൊഴുകി വന്നകം നിറയെ, അഴകിലും അഴകന്റെ തിരുനബിയേ. സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ, സുഗന്ധത്തിൻ തോണിയിൽ സുബർക്കത്തിൽ പോയി ഞാൻ. റോസാദളത്തിൻ ചെണ്ട്, റോജാ റസൂലിൻ ചുണ്ട്, രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ജാഹിബ്. ചേലിൽ തിളങ്ങും കണ്ണ്, താജിൽ വിളങ്ങും പൊന്ന്, താരാപദങ്ങൾ വന്ന് വാഴ്ത്തുന്ന കാമില്. ഒരു 100 മാരിവില്ലിൻ കനവിൽ വന്നതോ, അതിലേറെ ശോഭ ഞാൻ നബിയിൽ കണ്ടതോ. ഒരു മുത്തമിടാനായി സവാദ് തങ്ങള് വെമ്പിയ പൂമുഖമേ, അത് കിട്ടിയ ഫാത്തിമ വഫാത്തിൻ നേരം പൊട്ടിയ പൂങ്കരളേ. പദപങ്കജം പതിയും ഇടം പുണർന്നിടുവാൻ തരുമോ, പനി നീർമണം പകരും കരം തഴുകിടുവാൻ തരുമോ. ആ വിരൽ പൂവിതൾ കരൾ തേൻ കടൽ വിസ്മയമേറെ ഇനി. സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ. അല്ലാഹുവേ 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 അല്ലാഹുവേ, ഒന്നും വേണ്ട പടച്ചോനെ, ഞങ്ങൾക്കൊന്നും വേണ്ട അല്ലാ, ഞങ്ങൾക്ക് ആ ഭാഗ്യം മാത്രം മതി റബ്ബേ.
സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് ചൊല്ലൂ പ്രിയപ്പെട്ടവരെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കറുത്തുപോയ കൽബ് കൊണ്ട്, പാപങ്ങൾ ചെയ്തു പോയ കൈകാലുകൾ കൊണ്ട് ഈ സമസ്തയുടെ മനോഹരമായ ആരാമത്തിൽ വന്നിരുന്ന് ഒട്ടും യോഗ്യതയില്ലെങ്കിലും പ്രതീക്ഷയോടെ ഞങ്ങൾ കൈനീട്ടുന്നു റബ്ബേ. ആ പൂമുത്തിനെ കാണിക്കാതെ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആ പൂമുത്തിനെ കാണിക്കാതെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കണ്ണുകൾ മോശമാണെന്നറിയാം, ഹറാമ് കണ്ടതാണെന്നറിയാം. അല്ലാഹുവേ, നിന്റെ മുത്തിന് വേണ്ടി കരഞ്ഞിട്ടില്ലാത്ത കണ്ണുകളാണെന്നറിയാം. നിന്റെ സുജൂദിൽ ഇതുവരെ നനയാത്ത കണ്ണുകളാണെന്നറിയാം. ഞങ്ങളുടെ കണ്ണീര് ഇതുവരെ ഞങ്ങളുടെ ഖുർആനിന്റെ അകത്തളത്ത് വീടില്ലെന്നറിയാം. എന്നാലും അല്ലാഹുവേ, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്കൊരു പരിവർത്തനം തരണ റബ്ബേ. ഈ ഒരു രാത്രി കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നീ ഇഷ്കിന്റെ മഹബത്തിന്റെ മധുരത്തിന്റെ അനിർവചനീയമായ അനുസ്യൂതമായ ഒരു മധുരം നുകരാൻ നീ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹു ഈ ദുആ സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ. അല്ലാഹു ഈ ദുആ സ്വീകരിക്കട്ടെ. നിർത്തിയതല്ല, ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടിയുള്ളൂ, പെട്ടെന്ന് നിർത്തും. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കരഞ്ഞു പറഞ്ഞപ്പോ, ആരാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ പോകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മോചിപ്പിക്കാൻ പോകുന്നത്? എവിടെന്നോ വന്ന ഒരു പാവപ്പെട്ടവന് വേണ്ടി. അതാണ് ആ സ്നേഹം, അതാണ് എവിടെന്നോ വന്നൊരു പാവപ്പെട്ടവന് വേണ്ടി. ഞാൻ ഇന്ന് ഞാൻ ഉച്ചക്ക് ക്യാമ്പിലെത്തുമ്പോൾ ജിഫിരിത്തങ്ങള്, കുറേ ആളുകൾ, പട്ടാളക്കാരെ പോലെ കുറേ സംഘമുണ്ട്. പുറത്തുനിന്ന് വന്നവർ, കർണാടകയിൽ നിന്ന് വന്നവർ, അങ്ങനെ ഒരു വലിയ സംഘമായിട്ട് ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. ഞാൻ കയറി വരുന്നിട്ട് ബാക്കവി എന്ന് പറഞ്ഞിട്ട് എന്നെ കൈ ഉയർത്തി കാണിച്ചു. ഞാൻ അതിനുശേഷം എത്ര പേരെടുത്തത് പറഞ്ഞു, ചിരിച്ചു, കരഞ്ഞു. എനിക്കത് പോരെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി ഇതുമത്തിയതിന് പകരം മഹാന്മാര് തിരിച്ചറിഞ്ഞാൽ, നമ്മളെ തിരിച്ചറിഞ്ഞല്ലോ, ആ ഇരുട്ടത്ത്, ആ വഴിയിൽ, ആ ഓരത്ത് ഇത് നമ്മുടെ കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഖബൂലിയത്തിന്റെ അടയാളമല്ലേ. അല്ലാഹുവേ 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 നിലനിർത്തി തരണേ റഹ്മാനെ. പടച്ചവനെ നിലനിർത്തി തരണേ അല്ലാ, ഖബൂലാക്കി തരണേ അല്ലാ, റാഹത്താക്കി തരണേ അല്ലാ. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞിട്ട് കൂടെ പോവുകയാണ്. അവിടെ പോയിട്ട് ജൂതനോട് വർത്താനം പറയാണ്. എന്താ ചെയ്യേണ്ടത് സൽമാനെ മോചിപ്പിക്കാൻ? അവിടെ നിന്ന് പറയുകയാണ്, ഈ പ്രദേശം മുഴുവനും നടാനുള്ള ഈന്തമര തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നടണം, അതിൽ വെള്ളമൊഴിക്കണം, അതിന് വളമുണ്ടാക്കണം, എന്നിട്ടത് കായ്ക്കണം. ആ കാലാവധി വരെ ഏറ്റവും ചുരുങ്ങിയത് 7 വർഷം ഇങ്ങനെ ഒരു പ്രത്യുൽപാദനം നടക്കണം, ഒരു പ്രക്രിയ സംവിധാനം ഉണ്ടാവണം. അതിന് 7 വർഷം ചുരുങ്ങിയത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വിടാൻ പറ്റൂ. എഗ്രിമെന്റ് എങ്ങനെയാണ്? അത് റെഡിയാക്കി തന്നാലോ? ചോദിക്കുകയാണ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഈ ചണ്ടിയായ എനിക്ക് വേണ്ടി ഒന്നിനും കൊള്ളരുതാത്ത എനിക്ക് വേണ്ടി ഇവിടെ നടന്നു വന്ന് സംസാരിക്കുകയാണ്. വീണ്ടും തർക്കിച്ച് അയാൾ പറ്റൂല എന്ന് പറഞ്ഞ് ആട്ടി വിടുമ്പോ വീണ്ടും 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 എൻ്റെ ഖൽബായ എൻ്റെ മുഹിബ്ബിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ഇത് തന്നെയാണ് പരലോകത്ത്, ഇതേ സ്നേഹമാണ് പരലോകത്ത്. നമുക്ക് വേണ്ടി വേറെ ആര് വരും? നമുക്ക് വേണ്ടി നിങ്ങൾ ഈ സ്നേഹം പകുത്തു കൊടുത്തവരൊക്കെ എവിടെ പോകും? നിങ്ങൾ ആർക്കൊക്കെയാ സ്നേഹം? ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനത്തെ ഫ്രണ്ട്, ഇങ്ങനത്തെ ഫ്രണ്ട്. മൊബൈൽ എടുത്താൽ അതിൽ മുഴുവനും നിങ്ങളുടെ ദുനിയാവ് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന മുഴുവൻ സുഹൃത്തുക്കൾ. ആരുണ്ട് ആഖിറത്തിന് വേണ്ടി സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഒരാൾ എത്രയുണ്ട് നിങ്ങളുടെ മൊബൈൽ? നിങ്ങൾ നോക്ക്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളായി നിൽക്കുന്ന ചെറുപ്പക്കാരോടാണ് പറയുന്നത്. എത്ര പേരുണ്ട് മക്കളെ നമുക്ക് സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ, നിന്റെ ഉമ്മാക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ, നീ ജുമയ്ക്ക് ഏത് പള്ളിയിലാ പോകുന്നത് ചോദിക്കാൻ, നീ ഉംറയ്ക്ക് പോകുന്നില്ല എന്ന് ചോദിക്കാൻ, റമളാൻ വരികയല്ലേ എന്ന് ഓർമ്മപ്പെടുത്താൻ എത്ര പേരുണ്ട് നമുക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്.
സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊണ്ടതുപോലെ അത് ഒരു സൽമാനല്ല, ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങനെ നിലകൊള്ളും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങനെ തന്നെ നിലകൊള്ളും. അത് വഫാത്തിന്റെ നേരത്ത് നമ്മൾ കണ്ടതാണല്ലോ. ഈ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഈന്തമരത്തിന്റെ തൈകൾ കൊണ്ടുവന്ന് ആ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചു. 7 വർഷം കായ്ക്കേണ്ടത് 7 ദിവസം പോലും എടുപ്പില്ല പ്രിയപ്പെട്ടവരെ. വളർന്നു വലുതായി പന്തലിച്ച് കായ്ച്ചു പൂത്തു വന്നപ്പോ ദൂതനായ മനുഷ്യനാണ് ഓടി വന്നത്. ഓടി വന്നിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. എനിക്ക് തരുവോ ആ സ്നേഹം, എനിക്ക് തരുവോ ആ ഖൽബിളക്കി കൊടുക്കുന്ന പ്രണയം എനിക്കൊന്ന് പകർന്നു തരുവോ? ഞാനും വരാം കൂടെ, ഞാനും വരാം കൂടെ, നിഴലുപോലെ ഞാനും ഹാദിമാകാം. ആ തോട്ടമാണ് മസ്റഅത്തു സൽമാൻ. മദീനത്ത് പോയാൽ ഞാൻ നിങ്ങളോട് ഹക്ക് പറയാണ്, മദീനത്ത് പോയാൽ ഏറ്റവും അധികം കരയുന്ന 2 സ്ഥലങ്ങളിൽ ഒന്ന് ഉഹദാണ്, 2 സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടമാണ്. 2 സ്ഥലം ആശിഖീങ്ങൾക്കുള്ള സ്ഥലമാണ്. മദീനയുടെ ഉഹദ് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ അമീറുമാരിങ്ങനെ കൊണ്ടുപോയി പൊരി വെയിലത്ത് ബസ്സിൽ നിന്ന് ആളുകളെ ഇറക്കിയിട്ട് 15 മിനിറ്റ് അതിനു മുമ്പ് വന്നേക്കണം. എൻ്റെ വാപ്പാന്റെ സ്വത്താണോ 15 മിനിറ്റ് കൊണ്ട് വരാം? നിങ്ങൾ എന്തിനാ പൈസ കൊടുത്തിട്ട് പോകുന്നത്? നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനോ മദീനത്ത് പോകുന്നത്? ആരെ മുമ്പിലേക്കാണ് ഇറക്കി വിടുന്നത്? പ്രിയപ്പെട്ടവരെ, ഖൽബ് പറഞ്ഞു പോകൂലേ? ആരെ മുമ്പിലായി ഇറക്കി വിടുന്നേ? സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക്, ഉഹദിന്റെ രക്തസാക്ഷികളുടെ മുമ്പിലേക്ക്, ഹബീബിന്റെ കരളിന്റെ മുമ്പിലേക്ക്, ആ സുഗന്ധമുള്ള മണ്ണിലേക്ക് ഇറക്കി വിടാം. 15 മിനിറ്റ്. അത് മാറ്റണം നിങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കിക്കോ. ഇത് മാറ്റണം. അങ്ങനെ പൊരു വെയിലത്ത് യാസീൻ തെറ്റിയും തെറ്റാതെയും പകുതിയും മുക്കാലും ഒക്കെ ആയിട്ട് ഓതി തീർത്തിട്ട് പെടച്ചടിച്ചു പോകുന്ന ഒരു ഉഹദ്, ഇത്രയും പണം മുടക്കി നമ്മൾ പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഉഹദാണല്ലോ കിട്ടുന്നത്. ഉഹദിൻ ചോട്ടിൽ ചെല്ലണം, ഉരുകും ബൈത്തുകൾ ചൊല്ലണം, ഉയരേകി വീണോരാ പൊന്നീണം, ഉലഗീതിൽ ഇഷ്കിൻ്റെ തേൻകണം, ഹംസത്തൂറങ്ങുന്ന മണ്ണില് അഷ്റഫുൽ ഖൽഖിൻ്റെ പൊന്നില്, ഹംസത്തൂറങ്ങുന്ന മണ്ണില് അഷ്റഫുൽ ഖൽഖിൻ്റെ പൊന്നില്, അല്പം ഉറങ്ങാതെ ഞാനുമേ അത്ഭുത ചരിതങ്ങളോർക്കുമേ, മിസ്അബിനോർത്ത് വെമ്പിയേ മിസ്കീനായി അലയും ഞാനുമേ, മിസ്അബിനോർത്ത് വെമ്പുമേ മിസ്കീനായി അലയും ഞാനെന്നുമേ. നിങ്ങൾ മദീനത്ത് പോയാൽ ഈ സമസ്തയുടെ ഈ മഹനീയ എക്സ്പോയെ സാക്ഷിയാക്കി ഞാൻ പറയാണ്, മദീനത്ത് പോയാൽ ഒരു രാത്രി നിങ്ങൾ ഉഹദിപ്പോടെ, രാത്രി നിങ്ങൾക്ക് പോകും. നിങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു ടാക്സി വിളിച്ച് എനിക്കൊന്ന് ഉഹദിപ്പോടെന്ന് പറയും. നിങ്ങൾ പോകണം. ആ ഉഹദിൻ്റെ പള്ളിയുടെ മുറ്റത്ത് പോയിരിക്കുക. എപ്പോഴും ആളുണ്ടാവും അവിടെ, രാത്രിയും പകലൊക്കെ ആളുണ്ട്. എന്തോ ഒരു രസമാണെന്നറിയോ? ആ ശുഹദാക്കൾ അടക്കിയിരിക്കുന്ന മഖാമിലേക്ക് ഇങ്ങനെ നോക്കി നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ആരോ വന്ന് നിങ്ങളെ തഴുകും. ആരോ വന്ന് നിങ്ങളുടെ ഹിദായത്തിൻ്റെ മഞ്ഞു തുള്ളികൾ കണികകളായി നിങ്ങളുടെ കൽബിൽ പകുത്തു തരും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അല്ലാഹു തആല അതിന് ഇനി പോകുന്ന സമയത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോരം രാവിൽ ഞാൻ പൊട്ടിക്കരഞ്ഞല്ലോ, മന്ദാരക്കാറ്റേ നീ എന്നെ തഴഞ്ഞല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ,
എന്തായാലും ത്വാഹ നബിയൻ്റെ ജീവല്ലോ. എന്തോരം രാവിൽ ഞാൻ പൊട്ടിക്കരഞ്ഞല്ലോ. മന്ദാരക്കാറ്റേ നീ എന്നെ തഴഞ്ഞല്ലോ. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ. എന്തായാലും ത്വാഹ നബിയൻ്റെ ജീവല്ലോ. ജീവൻ കൊടുത്ത സ്വഹാബത്തിൻ മുമ്പില് ജീവിതം സ്നേഹിക്കും ഞാനെത്ര പിന്നില്. ജീവന്റെ ജീവനാണെന്ന പറച്ചില് ജീവിച്ച് തീർക്കണം ആ മുത്തിൻ ഹുബ്ബില്. ആ മുത്തിൻ ഹുബ്ബില് നീട്ടുന്ന കയ്യാകെ പാപക്കറകള് നേരിൽ നിന്നൊഴിയുന്ന കൽബോയിരുട്ടില് നിറയെ ഇബ്ലീസിൻ മോഹക്കുരുക്കില് നന്നാക്കിടാനൊന്ന് നോക്കൂ എന്നാറ്റല്. മൗത്തിൻ്റെ വേദന പോലും മറന്നല്ലാഹ് മുത്തിന് ജീവൻ കൊടുത്ത സ്വഹാബല്ലോ. മുത്ത് നബിക്കായി ഞാനെന്ത് ചെയ്തല്ലാഹ് മുള്ള് പോലും എൻ്റെ ദേഹം തറച്ചില്ല. ദേഹം തറച്ചില്ല. മിന്നുന്ന ഹംസ റളിയല്ലാഹ് മുന്നില് പൊള്ളുന്ന നരകത്തി എന്നെൻ്റെ കാലില്. മന്നാന് ഇഷ്കിൻ്റെ സ്വർണ്ണ കൊടിയില് മാപ്പാക്കി എന്നെ എന്നാണ് കടത്തല്. എന്തോരം രാവിൽ ഞാൻ പൊട്ടിക്കരഞ്ഞല്ലോ. മന്ദാര കാറ്റേ നീ എന്നെ തഴഞ്ഞല്ലോ. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ. എന്തായാലും ത്വാഹ നബിയൻ്റെ ജീവല്ലോ. എന്ത് രസമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ ഓരോ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹു താല ഈ പാടുന്നവരുടെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത സമ്മാനമാണ് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. കഅബ റളിയല്ലാഹു അൻഹുവിന്റെ പാട്ടിന് കൊടുത്ത സമ്മാനമാണ് തട്ടം. അങ്ങനെ സ്നേഹിച്ചവർക്ക്, ഇഷ്ടപ്പെട്ടവർക്ക്, പാടിയവർക്ക്, കൂടെ നിന്നവർക്ക്, മരിച്ചവർക്ക്, മരിക്കാൻ വന്നവർക്ക് ഒക്കെ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ പ്രതീക്ഷയാണ്. ഒരു പൊട്ടൻ ഒരു പാട്ട് എഴുതുകയാണ്. ഒന്നും അറിയാത്ത ഒരു പടിജാഹില് മദീനയെക്കുറിച്ച് രണ്ടുപേരും എഴുതിയാലും ആ സമ്മാനം വാങ്ങാതെ അവൻ മരിക്കൂല. അത് ഈ സ്നേഹത്തിൻ്റെ മാത്രം, ഈ പ്രണയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ തോട്ടം കണ്ട്, ഉഹദ് കണ്ട് നമ്മൾ മദീനയുടെ മുറ്റത്ത് ഇങ്ങനെ നടക്കുന്ന രംഗം ആലോചിച്ച് നോക്ക്. കുറേ കൂട്ടുകാരെ ഒഴിവാക്ക്, തോളത്ത് കൈയിട്ട് നടക്കുന്നത് ഒഴിവാക്ക്, ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്ക്. എന്തിനാണ് എന്നും പറയല്ലേ നമ്മൾ? ഈ മദീനയുടെ മുറ്റത്ത് തന്നെ നമുക്കതൊക്കെ വേണം, മദീനയുടെ മുറ്റത്ത് തന്നെ നമുക്കതൊക്കെ ആസ്വദിക്കണം. അങ്ങനെ ഒരു സെൽഫി എടുക്കുക. അങ്ങനെ നമ്മൾ ആ പച്ചക്കുപ്പ നമ്മുടെ മൊബൈലിൽ ഒരു പ്രാവശ്യം ഒന്ന് എടുത്തു വെക്കാം. പിന്നെ നിരന്തരം ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക, നിരന്തരം ഇതിങ്ങനെ കൊണ്ട് നടക്കുക. അങ്ങനല്ല,
അവിടെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊരുത്തം ചോദിക്കാൻ പോയിട്ട് അവസാനം പൊരുത്തക്കേടുമായി മടങ്ങി വരരുത്. വല്ലാത്ത സങ്കടങ്ങളുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ജമലുൽ തങ്ങൾ, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, എപ്പോഴും നിങ്ങളുടെ കൂടെ ഈ ക്യാമ്പിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്രമവും ഇല്ല. ജമലുൽ തങ്ങളുടെ കൂടെ ഉംറയ്ക്ക് പോയൊരു സഹോദരിയുണ്ട്. അവർ ജന്നത്തുൽ ബഖീ കാണുന്ന സ്ഥലത്താണ് താമസിച്ചത്. ആ ജനാല തുറന്നാൽ ജന്നത്തുൽ ബഖീ കാണാം. അവിടെ എന്തോ അങ്ങനെ ഒരു അൽബുസ്താൻ ഗോൾഡൻ ഡയമണ്ട് അങ്ങനെ എന്തോ ആണ് ഹോട്ടലിൻ്റെ പേര്. ആ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ജന്നത്തുൽ ബഖീ മുഴുവനും കാണാം. ആ സഹോദരി എപ്പോഴും നിസ്കാരം കഴിഞ്ഞ് വന്നാൽ അവിടെ ഇരുന്ന ജനാലയിൽ ഇരുന്നിട്ട് ജന്നത്തുൽ ബഖീ നോക്കി ഖുർആൻ ഓതലാണ്. എന്നിട്ട് കൂടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു അത്രേ, നമുക്കൊന്നും ഇവിടെ കിടക്കാനുള്ള ഭാഗ്യം കിട്ടൂല. ഓരോ നിസ്കാരം കഴിയുമ്പോഴും മയ്യത്ത് കൊണ്ട് ഓടുകയാണ് അടക്കാൻ വേണ്ടിയിട്ട്. എല്ലാം റെഡിയാണ്, അവിടെ കൊണ്ട് ചെല്ലുക, അടക്കുക, വീണ്ടും പോവുക, അടുത്ത വക്കത്തിന് ആളെ കൊണ്ടുവരിക, അടക്കുക. അങ്ങനെ നമുക്കിതിനുള്ള യോഗ്യത കിട്ടൂലേ എന്ന് പറഞ്ഞ സഹോദരി ഉണ്ടല്ലോ, തിരിച്ച് നാട്ടിൽ വന്നിട്ടില്ല. അന്നത്തെ ദിവസം, ആ പറഞ്ഞ ദിവസം അവർ നിസ്കാരത്തിന് വേണ്ടി താഴെ ഇറങ്ങി ആ റൂമിന്റെ മുറ്റത്ത് കിടന്നവർ മരണപ്പെട്ടു. പ്രിയപ്പെട്ടവർ, അതായത് ഈ സ്നേഹത്തിന് മാത്രമുള്ള ശക്തിയാണത്. പിടിച്ച് വലിച്ചു ഉരുക്കി കൊണ്ടുപോകും മനുഷ്യർ. പക്ഷെ നമ്മൾ സ്നേഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ആലോചിച്ച് നോക്കും, മദീന, ചില ആളുകൾക്ക് മദീനത്ത് പോയി മടങ്ങി വന്നാലും മദീന കൽബിന്ന് പോകൂല. അതിങ്ങനെ എവിടെ നോക്കിയാലും ആ കുബ്ബ ഉണ്ടാവും. ഉമ്മായെ നോക്കിയാലും ഭാര്യ നോക്കിയാലും മക്കളെ നോക്കിയാലും തെങ്ങിൽ നോക്കിയാലും മാവിൽ നോക്കിയാൽ പ്ലാവിൽ നോക്കിയാൽ ഏത് സ്ഥലത്ത് നോക്കിയാലും കുറേ നാളാ കുബ്ബ ഇങ്ങനെ തിളങ്ങി നിൽക്കും. അത് എല്ലാ കാലവും നിൽക്കണം. എന്ത് രസമാണു നീൻ മദീന, എൻ്റെ നബി നിന്റെ ഉള്ളിൽ മദീന. എന്ത് രസമാണു നീൻ മദീന, എൻ്റെ നബി നിന്റെ ഉള്ളിൽ മദീന. മാരിവില്ലിൻ്റെ അഴകെന്ത് സീന, മാരിവില്ലിൻ്റെ അഴകെന്ത് സീന. വാരി നൽകി അതെൻ്റെ മദീന. സ്വർഗത്തിൽ നിന്നടർന്നു മദീന. സ്വപ്നമീലെങ്കിലും താമദീന. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ നബീന. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ നബീന. നിന്ന് ഞാനിങ്ങ് ദൂരെ മദീന, നിന്ന് ഞാനിങ്ങ് ദൂരെ മദീന. വന്നിടാൻ യോഗ്യനാണോ മദീന, എന്നെ ഒഴിവാക്കിടല്ലേ നബീന, എന്നെ ഒഴിവാക്കിടല്ലേ നബീന. കണ്ണിലണവാക്കിടേണേ മദീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 വാരി പുണരുന്നതെന്നാ നബീന. ഇൻഷാല്ലാ എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ, എല്ലാവരും എഴുന്നേറ്റ് തന്നെ നിൽക്കുന്നത്, കുറച്ച് മാത്രമേ എഴുന്നിട്ടുള്ളൂ. ഇൻഷാല്ലാ നമുക്ക് വേഗം പിരിയാം. അല്ലാഹു തആല ഈ മഹബത്തിൻ്റെ മജ്ലിസ് സമസ്തയുടെ ബറക്കത്തുകൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വേറെ സാധുക്കളാണ്. ഇത് പറയാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തന്നല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നത് കേൾക്കാനുള്ള ഭാഗ്യം. നമ്മൾ ലോകത്ത് എവിടെയൊക്കെയോ പോയി പറയുന്നുണ്ട്, എത്രയോ മജ്ലിസിലോ അതിൻ്റെ, പക്ഷെ ഇതങ്ങനല്ല. ഇത് ക്യാമ്പാവട്ടെ, എക്സ്പോ ആവട്ടെ, അവിടെ പുതിയ പന്തലിട്ടുന്നത് ഒക്കെ സമസ്തയുടെ സഞ്ചാര പദങ്ങളാണ് ഇന്നത്തെ രാത്രി, നാളത്തെ രാത്രി. അതുകൊണ്ട് അവിടെ ഇരുന്ന് പറയാൻ പറ്റാന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നെ, ഇദ്ദേഹത്തെ, മുനീർ അൻവരിയെ നിങ്ങളൊക്കെ അള്ളാഹു തിരഞ്ഞെടുത്തതുകൊണ്ട് നമ്മളിവിടെ എത്തിയത്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു സമാധാനം നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്കൊരു 11 സ്വലാത്തിൽ ചെറിയൊരു ദുആ. കാരണം അത്രയും ഈ എക്സ്പോയെക്കുറിച്ച് നിങ്ങൾക്ക് രാത്രി മെസ്സേജ് അയക്കാൻ പറ്റിയാൽ
നാളെ ഉച്ചവരെ മാത്രമേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു 2-3 ദിവസം കൂടി നീട്ടണം, ഒരുപാട് പേർക്ക് കാണാനുണ്ട്, സ്ത്രീകളൊന്നും കണ്ടിട്ടില്ല പലരും. അപ്പോൾ ഒരുപാട് കിംവദന്തികൾ, ഒരുപാട് ആരോപണങ്ങൾ എക്സ്പോയെ കുറിച്ച് മോശമാണ്, ഒന്നുമില്ല. ഞാൻ 3 മണിക്കൂറാണ് ഇവിടെ ചുറ്റി നടന്ന് ഫുള്ള് കണ്ടതിന് ശേഷം വളരെ ആത്മാർത്ഥമായിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്, അല്ലാതെ വെറുതെ ഇവരെ സുഖിപ്പിച്ചതല്ല. ഹൃദയം തുറന്നു, കാരണം അത് കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ നടന്ന പണി, എത്രത്തോളം കഷ്ടപ്പാട്, ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, ത്യാഗം. അവർക്ക് ഈ ആരോപണങ്ങളൊന്നും സങ്കടം ഉണ്ടാക്കൂല, പക്ഷെ എന്നാലും നമ്മൾ മറ്റുള്ളവരെ കാണാനെങ്കിലും നമ്മൾ പറയണം, മെസ്സേജ് അയക്കണം, എല്ലാവരും വന്ന് കാണണം, ഒരാൾ കാണാതിരിക്കരുത്. ഇന്നിപ്പോൾ 10,000-ത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു, ഇനി 5,000-തോളം ആളുകൾ കാണാൻ സാധ്യതയുണ്ട് എന്ന കണക്ക് വരുമ്പോൾ മനസ്സിൻ്റെ അകത്ത് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, മുത്തഅല്ലിമീങ്ങളുടെ കഷ്ടപ്പാടുകളുണ്ട് ഒരു ഭാഗത്ത്, ചെറുപ്പക്കാരുടെ ത്യാഗമുണ്ട് മറ്റൊരു ഭാഗത്ത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്വലാത്ത്, ഈ രാത്രി, ഈ ദുആ മദീനയുടെ മുറ്റത്തിരുന്ന് ചൊല്ലുന്ന മഹത്വത്തിൽ അള്ളാഹു ദറജയുള്ളതാക്കി മാറ്റട്ടെ. അവിടുന്ന് നേരിട്ട് കേട്ട് പരിഗണിക്കുന്ന ഒരു മജ്ലിസാക്കി അള്ളാഹു ഇത് മാറ്റട്ടെ.